പ്രാർത്ഥനകളെയും കർത്താവിൻ്റെ ശരീരരക്തങ്ങളായി തീരുന്ന അപ്പത്തിനോടും വീഞ്ഞിനോടും ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെയും നമ്മുടെ എല്ലാ കുറവുകളോടും നന്മകളോടും കൂടെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ഏറ്റവും ഭക്തിയോടും തീക്ഷ്ണതയോടും കൂടെ നമുക്കൊന്ന് ചേർന്ന് ഈ ബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരന്റെ രക്ഷാകര രഹസ്യങ്ങളിൽ ഞങ്ങളെ പങ്കുകാരാക്കുന്നതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപം മൂലമാകുന്ന പോയ ഞങ്ങൾ അനുദപിക്കുന്ന ഹൃദയത്തോടെ പിതാവായ അങ്ങയെ സമീപിക്കുന്നു. മിശിഹായോട് ചേർന്ന് എളിമയോടും ഹൃദയ വിശുദ്ധിയോടും കൂടി പരിഹാരത്തിന്റെയും കൃതജ്ഞതയുടെയും നീ ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. വാഴ്ത്തിയിടും
സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, ജോഷിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 4 15 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ ഗുരുവാർ ചോദിച്ചാലും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ജോഷിയോട് അരുളി ചെയ്തു, സാക്ഷ്യപീഠം വഹിക്കുന്ന പുരോഹിതന്മാരോട് ജോർദാനിൽ നിന്ന് കയറി വരാൻ കൽപ്പിക്കുക. ജോഷുവ അവരോട് കയറി വരാൻ കൽപ്പിച്ചു. കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാനിൽ നിന്ന് കയറി കരയിൽ കാൽകുത്തിയപ്പോൾ ജോർദാനിലെ വെള്ളം പഴയപടി ഒഴുകി കര കവിഞ്ഞു. 1-ാം മാസം 10-ാം ദിവസമാണ് ജനം ജോർദാനിൽ നിന്ന് കയറി ജെറിക്കോയുടെ കിഴക്കേ അതിർത്തിയിലുള്ള ഗിൽഗാലിൽ താവളമടിച്ചത്. ജോർദാനിൽ നിന്ന് കൊണ്ടുവന്ന 12 കല്ല് ജോഷുവ ഗിൽഗാലിൽ സ്ഥാപിച്ചു. അവൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഭാവിയിൽ നിങ്ങളുടെ സന്തതികൾ പിതാക്കന്മാരോട് ഈ കല്ലുകൾ എന്ത് സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേൽ ഉണങ്ങിയ നിലത്തിലൂടെ ജോർദാൻ കടന്നു എന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ദൈവമായ കർത്താവ് ഞങ്ങൾ കടന്നു കഴിയുന്നതുവരെ ചെങ്കടൽ വറ്റിച്ചതുപോലെ നിങ്ങൾ കടക്കുന്നതുവരെ ജോർദാനിലെ വെള്ളവും വറ്റിച്ചു. അങ്ങനെ ദൈവമായ കർത്താവിനെ നിങ്ങൾ എന്നും ഭയപ്പെടുകയും അവിടുത്തെ കാര്യങ്ങൾ ശക്തമാണെന്ന് ലോകമെങ്ങുമുള്ള ജനങ്ങൾ അറിയുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് പകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്ത്, നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ? ഒരിക്കലും പാടില്ല. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ
ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷികത്തിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിന്റെ വേദന മരണമാണ്. ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 7 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എന്റെ ഈ പ്രവചനങ്ങൾ ശ്രവിക്കുകയും എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എന്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിന്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവന്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്.
നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യേശു തന്നെ അനുഗമിക്കുന്നവർ എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിലെ മലയിലെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തു നിന്നാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. എങ്ങനെയായിരിക്കണം തൻ്റെ ശിഷ്യൻ എന്ന് അടിസ്ഥാനപരമായ ഒരു കാര്യം പറഞ്ഞു തരുന്നതോടൊപ്പം തന്നെ നമ്മളൊക്കെ അവസാന വിധി ദിവസത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന ഒരു വലിയ ദുരന്തത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിത പരിവർത്തനത്തിലേക്ക് നമ്മെ ക്ഷണിക്കുക കൂടി ചെയ്യുകയാണ് കർത്താവ്. സ്വർഗരാജ്യത്തിന്റെ മുൻഗണനകളെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളൊക്കെ തന്നെ തിരുത്തിക്കൊണ്ട് ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് യോഗ്യരായി കർത്താവിന് മുമ്പിൽ പരിഗണിക്കപ്പെടുക എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നല്ല പ്രാർത്ഥനാ ജീവിതം, ദൈവം നൽകിയ വലിയ വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ശുശ്രൂഷ, പ്രവചനം, അത്ഭുതം, രോഗശാന്തി, ഇതൊക്കെയാണ് സ്വർഗരാജ്യത്തിൽ പോകാനുള്ള വഴികളെന്ന് ചിന്തിച്ചാൽ നമുക്ക് തെറ്റി. ഈശോ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഈശോ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് ആരൊക്കെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപ്രകാരം 2 കൂട്ടർ ആണ് അവസാന വിധിയിൽ ഉണ്ടാവുക. യേശു നിന്നെ എനിക്കറിയാം എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നവരും, നിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവരും. ഇതിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ പെടുക എന്ന് നമ്മൾ ഇന്ന് ആത്മശോധന ചെയ്യുകയാണ്. നമ്മൾ കർത്താവ് ഓർക്കും, കർത്താവ് അനുഗ്രഹിക്കും, കർത്താവ് കരുതും എന്നൊക്കെ കരുതി കാത്തിരുന്ന ആ വലിയ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായിട്ട് ഞാൻ നിന്നെ അറിയുന്നില്ല, അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു ദൗർഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈശോ ഇപ്രകാരം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവിടെ 72 പേര് സുവിശേഷ വേലയ്ക്കായി പറഞ്ഞയച്ചിട്ട് തിരികെ വന്ന സമയത്താണ്, എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. എങ്ങനെയാണ് സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതപ്പെടുക എന്നുള്ളതിന് വ്യക്തമായ ഒരു ധാരണ ഈശോ നൽകുകയാണ്. അത് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിലോ പിശാചുക്കളെ കീഴ്പ്പെടുത്തിയതിലോ ഒന്നുമല്ല, മറിച്ച് അവിടെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവര് അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ച് തിരികെ വന്ന സമയത്താണ് നമ്മൾ ഇത് വായിച്ചു കേൾക്കുന്നത്. അപ്പോൾ ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടി സമയം ചെലവഴിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടുന്നു, അതിൽ നിങ്ങൾ സന്തോഷിക്കാനായിട്ട് ഇടവരണം. നമുക്കറിയാം, തിരുവചനത്തിന് സാക്ഷികളാകുന്നവരെ ദൈവം എനിക്ക് നിന്നെ അറിയാം എന്ന് പറഞ്ഞ് തന്റെ കൂടെ നിർത്തും. വെളിപാട് പുസ്തകത്തിലെ 6-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ അവൻ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. അപ്പോൾ കർത്താവിന്റെ വചനത്തെ പ്രതി, അവിടത്തേക്ക് നൽകുന്ന സാക്ഷ്യത്തെ പ്രതി ജീവൻ ത്യജിക്കേണ്ടി വരുന്നാൽ അവരൊക്കെയും ദൈവസന്നിധിയിൽ സ്വീകാര്യരാണ്, ഞാൻ അവരെ അറിയുമെന്ന് പറഞ്ഞ് ഈശോ കൂട്ടിച്ചേർത്ത് നിർത്തും എന്നാണ് ഈ വചനവും നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ വചനത്തെ പ്രതി രക്തസാക്ഷികളാകുന്നവര് തീർച്ചയായും ദൈവരാജ്യത്തിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുമെന്ന് സഭ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. തന്നെയുമല്ല, മത്തായിയുടെ സുവിശേഷത്തില് 19-ാമത്തെ അധ്യായം 16-15 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരുവൻ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കുന്നത്
പ്രവർത്തിക്കേണ്ടത്? ഈശോ അവനോട് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്? ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് തയ്യാറാവുക. അതുതന്നെയാണ് കർത്താവിന്റെ വചനത്തിനോട് നാം നൽകുന്ന കൂറും അത് പ്രഘോഷിക്കാനായിട്ട് നാം കാണിക്കുന്ന ധൈര്യവുമാണ് കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ സ്വർഗരാജ്യ പ്രവേശനത്തിന് അർഹരാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, യേശുവിന് വേണ്ടി ജീവിതം നയിക്കുന്നവരെ, ജീവിതം പൂർണ്ണമായും സമർപ്പിച്ചവരെ ഈശോ എനിക്ക് തന്നെ അറിയാം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തില് 27-ാമത്തെ വാക്യത്തിൽ പത്രോസ് ശ്ലീഹ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാം ഉപേക്ഷിച്ച്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച് നിങ്ങൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. അപ്പോൾ കർത്താവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് അവിടുത്തെ അനുഗമിച്ചിട്ടുള്ളവര്, ജീവിതം പൂർണ്ണമായും യേശുവിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളവര് നിത്യജീവൻ അവകാശമാക്കും എന്ന് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. 29-ാമത്തെ വാക്യത്തിൽ ഈശോ വീണ്ടും പറയും, എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും, അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം, കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ടും ജീവിതം സമർപ്പിക്കാനായിട്ട് സാധിക്കുക. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം, അവരുടെ കൈകളിൽ വെള്ളയങ്കി അണിഞ്ഞ് അവർ കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിന് മുമ്പിലും നിന്നിരുന്നു. അവരെ കുറിച്ച് അവരിൽ ഒരു ശ്രേഷ്ഠൻ ഈ വലിയ ദർശനം കണ്ട് വകച്ചു നിൽക്കുന്ന യോഹന്നാനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവർ ആരാണ് എന്നുള്ളത്. ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപ്പകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവിന് വേണ്ടി പൂർണ്ണമായും ജീവിതം സമർപ്പിച്ചവര് തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ സ്വീകാര്യരായിട്ട് അംഗീകരിക്കപ്പെട്ടവരായിട്ട് തീരും. മറ്റൊരു വിഭാഗം മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തില് അവസാന വിധിയെ കുറിച്ച് ഈശോ പഠിപ്പിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. ഇതൊക്കെ പറയുമ്പോഴും വലതുവശത്തേക്ക് മാറ്റി നിർത്തിയപ്പെട്ടവര് ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങൾ എപ്പോ നിനക്ക് ചെയ്തു? അതിനുള്ള മറുപടി ഇതാണ്, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അപ്പോൾ മൂന്നാമത്തെ വിഭാഗം കാരുണ്യം പ്രവർത്തിക്കുന്നവരാണ്, മറ്റുള്ളവരോട് കരുണയോടുകൂടെ വർത്തിക്കുന്നവരാണ്. നല്ല സമരിയാക്കാരന്റെ ഉപമ പഠിപ്പിച്ചിട്ട് അവനെ കൊണ്ട് ഈശോ ഉത്തരം പറയിപ്പിക്കുന്നുണ്ട്, ആരാണ് അവൻ അയൽക്കാരനായി വർത്തിച്ചത്, അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമത്തെ മറുപടി പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നീയും പോയി അതുപോലെ ചെയ്യുക. അപ്പോൾ കാരുണ്യം പ്രവർത്തിക്കുന്നവര് തീർച്ചയായിട്ടും കർത്താവ് അവസാന വിധിയിൽ ഞാൻ നിന്നെ അറിയും എന്ന് പറഞ്ഞ് തന്റെ കൂടെ നിർത്തും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്റെ ഈശോയെ ഇത്രയൊക്കെ കാലം ജീവിച്ചിട്ട് പൂർണ്ണമായി നിനക്ക് വേണ്ടി സമർപ്പിക്കാനോ, നിന്റെ വചനത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങിക്കൊണ്ട് സമ്പൂർണമായി നിനക്ക് വേണ്ടി സമർപ്പിക്കാനും ജീവിതം മുഴുവനും കാരുണ്യ പ്രവൃത്തികൾ കൊണ്ട് നടക്കാനും എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ, അവിടുത്തെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാനും എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നാണ് നമ്മുടെ മനസാക്ഷി ഇപ്പോൾ നമ്മോട് പറയുന്നതെങ്കിൽ, നാലാമത്തെ വിഭാഗം കൂടെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് അനുദപിക്കുന്ന പാപികളെ കുറിച്ചാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. അപ്പോൾ ഈ നോമ്പ് കാലം നമ്മെ ക്ഷണിക്കുന്നതും ഈ ഒരു കാര്യത്തിലേക്കാണ്.
കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ദൈവവചനങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാനായിട്ട് ഇനിയും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ അനുദപിക്കാനും അവിടുത്തെ മുമ്പാകെ പാപജീവിതത്തെ ഉപേക്ഷിച്ച് നന്മയിലേക്ക് തിരിയാനും നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈശോ നമ്മെ തന്റെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് സ്വീകരിക്കും. അവസാന നിമിഷത്തിലും മരണത്തിന്റെ മുമ്പും നല്ല കണ്ണൻ കുരിശിൽ കിടന്നുകൊണ്ട് ആ കർത്താവേ, നീ പർദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണം എന്ന് പറയുമ്പോൾ ഈശോ കൊടുക്കുന്ന മറുപടി ഇതാണ്: ഇന്ന് നീ എന്നോടൊപ്പം പർദീസായിൽ ആയിരിക്കും. ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നത് ശരിയായ അനുതാപത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരിയാനും അവിടത്തേക്ക് വേണ്ടി അവിടുത്തെ വചനങ്ങൾ അനുസരിച്ച് പൂർണ്ണമായ സമർപ്പണത്തോടെ കർത്താവിന് വേണ്ടി ജീവിക്കാനും കാരുണ്യ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലൂടെ ദൈവത്തിന് വേണ്ടി തന്നെ ജീവിക്കുവാനും ഏതെങ്കിലും തരത്തിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ അനുതാപത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരികെ വരാനുമാണ്. എങ്കിൽ തീർച്ചയായും അവസാന വിധി ദിവസത്തിൽ എനിക്ക് നിന്നെ അറിയാം എന്ന് ഉള്ള അനുഗ്രഹ വാക്കുകൾ ദൈവ മുഖത്തു നിന്ന് കേൾക്കാനായിട്ട് നമുക്ക് ഇടവരും. അതിന് വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹം അതിനായി ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവിനാൽ വനത്തിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ്സനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവേ, തപസ്സിന്റെയും പ്രാശസ്യത്തിന്റെയും അരൂപിയാൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ മിശിഹായെ, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ ബലിവസ്തുവായ മിശിഹായെ, ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ ദുർവാസനകളെയും നിന്നോടുകൂടെ ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാത്താനെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് മാതൃകയും മനോധൈര്യവും നൽകിയ മിശിഹായെ, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ സെബാസ്റ്റ്യൻ മെത്രാനെയും മറ്റജപാലകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ലോകപാപങ്ങളുടെ പരിഹാരമായ മിശിഹായുടെ സകല ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി യത്നിക്കുന്ന അങ്ങയുടെ സഭയെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുക്കുമാരന്റെ ബലിജീവിതം തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥന ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചുനീക്കുകയും ചെയ്യട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ നീതിമാനായ യോസേഫിന്റെയും സ്മരണ വിശുദ്ധ
പിതാവായ തോമസ് ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും അങ്ങേ സ്തുത്യർഹമായ ദാനം വഴി അങ്ങ് മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെയും പുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരശിയായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് തൊട്ടുവാങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡനം സഹിക്കുകയും സ്ലീവാക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവധാരാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലൂടെയുള്ള മാമോദിസയും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പത്യാർക്കന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെ ഇങ്ങനെയുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യശാസ്ത്രത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് ഏർപ്പെടും എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് വശിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവൻ കാരണമാവട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ ദംശിക്കലിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരി മിശയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ നമുക്കെല്ലാവർക്കും അയൽക്കാത്തോടും വിശുദ്ധയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതിർപ്പുറത്ത് നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ബൈബിളിന്റെ ജന്മമായ രഹസ്യങ്ങൾക്ക് ഉദാഹരിക്കപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാസം വഴി സമാധാനം സമ്മതമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നമ്മൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രൂഹാരൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഹൃദയ വികാര
സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ കുർബാന ഏറ്റവും പ്രത്യാശയോടെ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രഭന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മധ്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനനായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ ദുർഘടങ്ങളിൽ അർത്ഥമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും ആകുലരുമായ ദാസർ അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങേ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമർദ്ദിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങേ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു.
ആയിരിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ജോബി മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, മിഷണറിമാർ, ആത്മായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വർദ്ധകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഇന്നേ ദിവസം ജന്മദിനമോ നാമകരണോ വിവാഹ വാർഷികമോ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ ഇടവക സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും യുവതിവാക്കൾക്ക് വേണ്ടിയും വൃദ്ധരായ എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെല്ലാ ദമ്പതികൾക്കും ലഭിക്കുന്നതിന് വേണ്ടിയും യഥാകാലം ജീവിതാർത്ഥം തിരഞ്ഞെടുക്കുവാനും ഏറ്റവും യോജിച്ച ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനുമുള്ള കൃപ യുവതിവാക്കൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും നല്ല തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയും എല്ലാവരുടെയും സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും കുഞ്ഞു മക്കൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽപ്പക്കാർ, സഹപ്രവർത്തകർ, ഉപകാരികൾ എന്നിവർക്ക് വേണ്ടിയും കൊറോണ വൈറസിന്റെ വ്യാപനം മൂലം ദുരിതം അനുഭവിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും അതിന്റെ പൂർണ്ണമായ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയും വില്ലേജ് ഇവാഞ്ചലൈസേഷൻ മിനിസ്ട്രിയുടെ പൂർണ്ണമായ വിജയത്തിന് വേണ്ടിയും ഈ ഇടവക സമൂഹത്തിലേക്ക് പുതിയതായി കടന്നു വരാനിരിക്കുന്ന ബഹുമാനപ്പെട്ട ആന്റണി മേച്ചേരി മണ്ണിൽ വികാരി അച്ഛന് വേണ്ടിയും ഇന്നേ ദിവസം ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ സമൂഹം മുഴുവന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ പീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ മറിയത്തിന്റെയും അങ്ങയുടെ സന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ വർണ്ണനയും സമൃദ്ധവുമായ കൃപയാൽ സഞ്ചാരമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശ്വരസിയായ നയിച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർക്കുന്നു പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. നിങ്ങൾ വിശുദ്ധരാകുവാൻ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ നാമസിച്ചിതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സഭയിൽ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതികീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും
നിത്യകൊത്ത വിധം എന്നോട് ദയതോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ശംസിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിൽ മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ വിഷയന്റെ അമൂല്യമായ ശരീരയുടെ ദിവസങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തജനങ്ങളോടെ സമീപിക്കാം. അനുതാപം വളർന്ന ശരണത്തോടെ അബ്രാഹം പിന്തിരിഞ്ഞുണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരനെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിനെയും നാഥനായ ദൈവത്തിന് കൃപയും പാവമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതയും കലഹങ്ങളും വിടുന്ന നമ്മുടെ മനസ്സാക്കി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശ്വപാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പെടുമെങ്കിലും കൂടെ ദിവ്യദേശങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിലും ആത്മാപ്രവേശിക്കും കാരണമാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നമ്മളേവരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ.
നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരി സ്വർഗ്ഗദർശന വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പഞ്ച് തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. പരിസ്ഥിതിയും പരിശുദ്ധം ജീവിതമായി സമയിച്ച് ഇവിടെ പങ്കുള്ള നമുക്കെല്ലാവർക്കും ഇവിടെ ദത്താവായ ദൈവത്തിന്റെ സ്ത്രീയും കരുണയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, തിരുവചനങ്ങളാൽ വിശുദ്ധീകരിക്കപ്പെടാനും ദിവ്യരഹസ്യങ്ങളാൽ നവജീവൻ നേടുവാനും പാപികളെയും ബലഹീനരുമായ ഞങ്ങളെ വിളിച്ചതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ വിശ്വസ്തരായി ചരിക്കുവാനും
അങ്ങ് നൽകിയ രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുവാനും നിരന്തരം ഞങ്ങൾക്ക് സ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പാപികളെ വിളിക്കുന്നവനും മനതാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനുമായ മിശിഹായെ, അങ്ങേ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ അനന്തമായ കൃപയാൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങേ പ്രമാണങ്ങളുടെ മാർഗത്തിലൂടെ നടന്ന് അങ്ങേ രാജ്യത്തിന്റെ മഹത്വത്തിൽ പ്രവേശിക്കുവാനും നീതിമാന്മാരോടുകൂടി സ്വർഗീയ ജെറുസലേമിൽ അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. പരിഹാരത്തിൻ ബലിവഴിയായി പാവനമാനസരായ ഞങ്ങൾ നിത്യവിരുന്നിൽ ചേർന്നിടുവാൻ നിസ്തുല യോഗ്യത നൽകണമേ. തിരുവചനത്തിൻ പാതകളിൽ ദീപ്തി പരത്തി നയിക്കണമേ. സഭയിൽ ലോകം മുഴുവനിലും സതതം വരനിര ചൊരിയണമേ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവും അതുപോൽ സഹവാസവും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. 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 വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഇനി